ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ കൃതി ദൈവദശകം ലഘുവ്യാഖ്യാനം ശ്ലോകം 8. ദൈവം സർവവ്യാപിയാണ്. അഖണ്ഡബോധ സ്വരൂപമായ പരമസത്യം ദേശകാലാതീതമാണ്. ദേശവും കാലവും ആ സത്യസ്വരൂപത്തിലുണ്ടെന്ന് തോന്നുന്ന ഭ്രമദർശനങ്ങൾ മാത്രം. എങ്കിലും ഒരു സാധാരണ മനുഷ്യന് ദേശകാലങ്ങളെ വിട്ടിട്ട് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ സാധ്യമല്ല. ദൈവം എവിടെ ഇരിക്കുന്നു എന്നാണ് ഒരു സത്യജിജ്ഞാസുവിൻ്റെ ആദ്യത്തെ ചോദ്യം. എവിടെ എന്നത് ദേശത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ചോദ്യകർത്താവിൻ്റെ ദേശബോധത്തെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് സത്യദർശികൾ നൽകുന്ന ഉത്തരമാണ് ദൈവം സർവവ്യാപിയാണ് എന്നുള്ളത്. പ്രപഞ്ചനാമരൂപങ്ങൾ പൊന്തി കാണപ്പെടുന്നതിന് മുൻപ് ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവസ്വരൂപത്തിൽ ദേശകാല സങ്കല്പങ്ങളും തുടർന്ന് ദൃശ്യസങ്കല്പങ്ങളും ആവിർഭവിച്ചു. അപ്പോൾ ദൈവമാകുന്ന പരമകാരണത്തിൽ നിന്നും ഉണ്ടായി കാണപ്പെടുന്ന കാര്യരൂപങ്ങളാണ് ദേശകാലങ്ങൾ ഉൾപ്പെടെയുള്ള പ്രപഞ്ചരൂപങ്ങൾ. പരമകാരണമായ വസ്തു കാര്യരൂപങ്ങളിൽ സർവത്ര വ്യാപിച്ചിരിക്കും. ഇത് കാരണകാര്യ നിയമമാണ്. അപ്പോൾ ദേശം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അതിൻ്റെ കാരണമായ ബോധം വ്യാപിച്ചിരിപ്പുണ്ടെന്ന് അറിയേണ്ടതാണ്. ദേശത്തിനുള്ളിൽ അവിടവിടെ സൂര്യചന്ദ്ര മനുഷ്യ പക്ഷി മൃഗാദി പരിമിത രൂപങ്ങളായ ദൃശ്യങ്ങളുടെ അനുഭവം ഉണ്ടായതോടെ ദേശത്തിനു തന്നെ അകവും പുറവും എന്ന ഭേദം ഉള്ളതായി തോന്നി. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ദൈവം എവിടെ ഇരിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് ഗുരുദേവൻ 8-ാം പദ്യത്തിൽ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക. വാക്കുകളുടെ അർത്ഥം എന്തെന്ന് നോക്കാം. തിങ്ങും നിറഞ്ഞു നിൽക്കുന്ന, മഹിമാവ് വലുപ്പം അഥവാ വ്യാപ്തി, പദം സ്ഥാനം അഥവാ കാലടി, ഭഗവാൻ സർവശക്തൻ. ഈ പദ്യത്തിൻ്റെ ഉള്ളടക്കം അകവും പുറവും ഇടതിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അവിടുത്തെ സ്വരൂപം. അത്ര മഹത്തായ അങ്ങയുടെ വാസസ്ഥാനത്തെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നു. അങ്ങ് സർവശക്തനാണ്. അങ്ങ് സർവദാ വിജയിച്ച് അരുളുമാറാകട്ടെ. വസ്തുവിവർത്തമാണ് പ്രപഞ്ചം. ഒരു വസ്തു സർവവ്യാപിയാണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതല്ലാതെ രണ്ടാമതൊരു വസ്തു വാസ്തവത്തിൽ ഇല്ലെന്നാണ് അർത്ഥം. സർവവ്യാപിയായ ഒരു വസ്തു അകവും പുറവും നിറഞ്ഞിട്ടില്ലാത്ത ഒരു പരമാണു പോലും കാണുകയില്ല. എന്ന് പറഞ്ഞാൽ പരമാണു ആ സർവവ്യാപിയായ വസ്തു തന്നെയാണെന്നല്ലേ അർത്ഥം? ആ വസ്തുവിനെ സർവവ്യാപിയായി അംഗീകരിക്കുകയും അതിൽ നിന്നും ഭിന്നങ്ങളായ മറ്റു വസ്തുക്കൾ ഉണ്ടെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നത് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ യുക്തിഹീനമാണെന്ന് ചിന്തിച്ചാൽ അറിയാം. അതുകൊണ്ട്
ദൈവം സർവ്വവ്യാപിയാണെന്ന് അംഗീകരിക്കുന്ന ഒരാൾക്ക് ദൈവത്തിൽ നിന്നും ഭിന്നമായ ഒരു വസ്തു ഉണ്ടെന്ന് അംഗീകരിക്കാനേ സാധ്യമല്ല. അപ്പോൾ ഭിന്ന വസ്തുക്കൾ ഉള്ളതുപോലെ കാണപ്പെടുന്നതോ? ദൈവശക്തിയായ മായ ഉൾപ്പെടെ എല്ലാം ദൈവത്തിനെ കുറിച്ചുള്ള അപൂർണ ജ്ഞാനത്തിൽ ഉണ്ടെന്ന് തോന്നാൻ ഇടവരുന്ന വസ്തുവിലെ അപൂർണ ദർശനങ്ങളാണ്. ഒരു വസ്തു പൂർണ്ണമായി അറിയപ്പെടാതിരിക്കുന്നിടത്തോളം അറിവിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് അതിനെക്കുറിച്ചുള്ള നിരവധി ദർശനങ്ങൾ ഉണ്ടാകാം. മങ്ങിയ വെളിച്ചത്തിൽ കിടക്കുന്ന ഒരു കയറിനെ കയറായി ധരിക്കാതിരിക്കുന്നിടത്തോളം പാമ്പായോ വടിയായോ ജലധാരയായോ വരയായോ ഒക്കെ ധരിക്കാവുന്നതേ ഉള്ളൂ. നാം ഇന്ന് കാണുന്ന ചന്ദ്രബിംബത്തിന് എത്രയോ രൂപഭേദങ്ങളാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തി കഴിഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിലും പാലൊളിപ്പൂനിലാവ് വിതറുന്ന ചന്ദ്രൻ മുതൽ പാറ കൊണ്ട് നിറഞ്ഞ ചന്ദ്രന്റെ പലവിധ രൂപങ്ങൾ വരെ നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ ഈ രൂപഭേദങ്ങൾക്ക് ആധാരമായ ചന്ദ്രൻ ഒന്നേ ഉള്ളൂ എന്ന് തീർച്ചയല്ലേ? വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന എല്ലാ കാഴ്ചകളിലും നിറഞ്ഞു നിൽക്കുന്നതും ആ ഏകമായ വസ്തു തന്നെയാണ്. അതിനെ പൂർണ്ണമായി കണ്ടറിഞ്ഞാൽ മുമ്പ് കണ്ടിരുന്ന ഭിന്ന രൂപങ്ങളെല്ലാം അതിൻ്റെ തന്നെ അല്പദർശനങ്ങളായിരുന്നു എന്നും തെളിയും. പാറ കൊണ്ട് നിറഞ്ഞ ചന്ദ്രനെ അടുത്തു ചെന്ന് കണ്ടറിഞ്ഞ മനുഷ്യന് പാലൊളി ചന്ദ്രൻ യഥാർത്ഥ ചന്ദ്രന്റെ ഒരല്പദർശനമാണെന്നറിയാൻ പ്രയാസമില്ല. കാണുന്നവരുടെ ഭേദമനുസരിച്ച് അല്പദർശനങ്ങൾ എക്കാലത്തും തുടരുകയും ചെയ്യും. ഈ അല്പകാല ദർശനങ്ങൾ തന്നെയാണ് ഭ്രമദർശനങ്ങൾ. ഓരോ വസ്തുവിലും സംഭവിക്കുന്ന ഭ്രമദർശനങ്ങൾക്ക് വസ്തു സ്വഭാവമനുസരിച്ച് ഒരു ക്രമം കാണും. കയറിൽ ഉണ്ടാകുന്ന ഭ്രമദർശനങ്ങൾ പോലെ അല്ലല്ലോ ചന്ദ്രനിൽ ഉണ്ടാകുന്ന ഭ്രമദർശനങ്ങൾ. ഇങ്ങനെ ചില പ്രത്യേക ക്രമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രത്യേകതരം ഭ്രമദർശനങ്ങളെ ഉളവാക്കുന്ന വസ്തു സ്വഭാവം തന്നെയാണ് അതിൻ്റെ ശക്തി. അപ്പോൾ ഓരോ വസ്തുവിൻ്റെയും ശക്തിയാണ് അതിൽ അല്പദർശനങ്ങൾ ഉളവാക്കുന്നത്. വസ്തു സ്വഭാവമായ ശക്തി ഇങ്ങനെ അല്പദർശനങ്ങൾ ഉളവാക്കുമ്പോൾ വസ്തുവിന് വികാരമോ ചലനമോ ഒന്നും സംഭവിക്കുന്നില്ല. കയറിൽ സർപ്പത്തെയും മറ്റും കാണുമ്പോൾ സർപ്പത്തെയും മറ്റും ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി കയറിൽ പ്രത്യേക ചലനമോ വികാരമോ ഒന്നും ഉണ്ടാകുന്നില്ല. ചന്ദ്രനിൽ വിവിധ രൂപങ്ങൾ കാണുമ്പോൾ ആ രൂപങ്ങളെ ഉളവാക്കാനായി ചന്ദ്രനിൽ പ്രത്യേക വികാരമോ ചലനമോ ഒന്നും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ വസ്തുവിന് ചലനമോ രൂപഭേദമോ ലേശവും സംഭവിക്കാതെ അതിൽ കാണാൻ ഇടവരുന്ന ഭ്രമദർശനങ്ങളെയാണ് വിവർത്ത കാര്യങ്ങളായി ശാസ്ത്രകാരന്മാർ പ്രഖ്യാപിക്കുന്നത്. വസ്തുവിന് വികാരമോ ചലനമോ ഉണ്ടാക്കിക്കൊണ്ടുളവാക്കുന്ന കാര്യങ്ങൾ പരിണാമ കാര്യങ്ങളാണ്. വെള്ളത്തിൽ തിരമാലകളും മണ്ണിൽ പാത്രങ്ങളും വിത്തിൽ വൃക്ഷങ്ങളുമൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത് പരിണാമ കാര്യങ്ങളാണ്. കയറിലും ചന്ദ്രനിലും കാണപ്പെടുന്ന രൂപഭേദങ്ങളൊക്കെ വിവർത്ത കാര്യങ്ങളാണ്. വിവർത്ത ശബ്ദത്തിന് വസ്തു തന്നെ ഒരു മാറ്റവും കൂടാതെ മറ്റൊരു തരത്തിൽ വിവർത്തിക്കുന്നത് എന്നർത്ഥം. അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ദൈവസ്വരൂപത്തിൽ പ്രകടമായി കാണുന്ന പ്രപഞ്ച ഘടകങ്ങളെല്ലാം വിവർത്തകാര്യ രൂപങ്ങളാണെന്നാണ് സത്യദർശികൾ അന്തിമമായി തീരുമാനിച്ചിരിക്കുന്നത്. ദൈവത്തിനും പ്രപഞ്ചത്തിനും തമ്മിലുള്ള ബന്ധം ചർച്ച ചെയ്യുമ്പോൾ കടലിലെ തിരകളെയും മണ്ണിലെ പാത്രങ്ങളെയും ഒക്കെ പല സ്ഥലത്തും ദൃഷ്ടാന്തമായി കാണിക്കാറുണ്ട്. കാരണവും കാര്യവും രണ്ടല്ല എന്ന് വെളിപ്പെടുത്താനാണ് ഈ ദൃഷ്ടാന്തങ്ങൾ. കയറിൽ
സർപ്പാതി രൂപങ്ങൾ കാണുന്നത് പോലെയും മരുഭൂമിയിൽ കാനൽ ജനം കാണുന്നത് പോലെയും ദൈവത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ച വിവർത്ത കാര്യരൂപങ്ങളാണത്രേ അന്തിമ സിദ്ധാന്തം. അകവും പുറവും തിങ്ങി നിൽക്കുന്ന വസ്തുവിന് ചലിക്കാനോ ചലനഫലമായി വികാരപ്പെടുത്താനോ സാധ്യമല്ല. ചലിക്കണമെന്ന് വെച്ചാൽ തന്നെ അതെങ്ങോട്ട് ചലിക്കാനാണ്? വായു മുതലായവയെല്ലാം ഉള്ളിൽ ചലിച്ചു പ്രകടമായിട്ടും ചലിക്കാതെ ആകാശം അവയെ ഉൾക്കൊണ്ടു നിൽക്കുന്നത് നാം കാണുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആകാശപ്രതീതിക്കും കാരണമായി വർത്തിക്കുന്ന ബോധവസ്തു ചലിക്കാതെയാണ് ഈ പ്രപഞ്ചത്തെ പ്രകടമായി നിൽക്കുന്നതെന്നറിയാൻ വളരെ ക്ലേശിക്കേണ്ടതില്ലല്ലോ. വിവർത്തകാര്യ സ്വരൂപങ്ങൾ വസ്തുസ്വരൂപം തന്നെയാണെന്നും കണ്ടു. ഇതൊക്കെ വെളിവാക്കി തരാനാണ് ഗുരുദേവൻ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന എന്ന് വിവരിച്ചിരിക്കുന്നത്. സത്യപദം കാണുകയാണ് മോക്ഷം. സത്യം സർവവ്യാപിയാണെന്ന് കണ്ടുവല്ലോ. അപ്പോൾ സത്യപദം ഏതാണ്? സർവവും സത്യപദമാണ്. നല്ലതെന്നോ ചീത്തയെന്നോ സുന്ദരമെന്നോ അസുന്ദരമെന്നോ ധർമ്മമെന്നോ അധർമ്മമെന്നോ ഭേദമില്ലാതെ സകലതിലും സത്യം വിരാജിച്ച് അരുളുന്നു. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉപനിഷത്തുക്കൾ ഈ സത്യത്തെ വാചാലമായി വിവരിക്കുന്നുണ്ട്. മുൻപിലും സത്യം, പിൻപിലും സത്യം, അകത്തു സത്യം, പുറത്തു സത്യം എന്നീ മട്ടിലാണ് ഉപനിഷത്ത് വിവരണങ്ങൾ. ഈശാവാസ്യമിതം സർവം, ഈ കാണുന്നതൊക്കെ ഈശ്വരനാൽ മൂടപ്പെട്ടിരിക്കുന്നു എന്ന് ഈശാവാസ്യോപനിഷത്ത് വിവരിക്കുന്നത് ഈ സത്യപദത്തെ തന്നെയാണ്. വസ്തുത ഇതാണെങ്കിൽ ഒരാൾ എങ്ങോട്ട് തിരിഞ്ഞാലും സത്യരൂപം തന്നെ കാണുന്നുവെന്ന് വന്നാലേ അയാൾ സത്യപദം പുകഴ്ത്തുന്ന ആളായി തീരും. നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങൾ എന്ന ഭാഗം കൊണ്ട് ഒരു സാധകൻ സർവത്ര സത്യദർശനത്തിനുതകുന്ന അഭ്യാസം ആവർത്തിച്ചുറപ്പിക്കേണ്ടതാണെന്നാണ് ഗുരുദേവൻ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഈ അഭ്യാസം? സിദ്ധാന്തപരമായി സർവവ്യാപിയായ അഖണ്ഡബോധ വസ്തുവിനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ തിരിയുന്നിടത്തൊക്കെ ആ ബോധവസ്തുവിനെ തന്നെ കാണാൻ മനസ്സിനെ പഠിപ്പിക്കുന്നതാണ് അഭ്യാസം. അപരോക്ഷാനുഭൂതിയിൽ ഈ അഭ്യാസത്തെയാണ് ശ്രീ ശങ്കര ഭഗവത്പാദർ ധാരണയായി ചിത്രീകരിച്ചിരിക്കുന്നത്. എത്രയെത്ര മനോയാതി ബ്രഹ്മണസ്തത്ര ദർശനാത് മനസോ ധാരണായൈവ ധാരണാസപരാമത. മനസ്സ് എവിടെയൊക്കെ എത്തുന്നുവോ അവിടെയൊക്കെ ബ്രഹ്മത്തെ ദർശിക്കണം. മനസ്സിൻ്റെ ഈ ധാരണയാണ് ഉത്തമ ധാരണയായി കരുതപ്പെടുന്നത്. ചിത്തത്തിൻ്റെ ബ്രഹ്മവൃത്തിയെന്ന് വേദാന്ത ശാസ്ത്രം ഘോഷിക്കുന്നത് ഇതിനെയാണ്. എല്ലായിടത്തും ബ്രഹ്മസ്വരൂപം ഭാവന ചെയ്തുറപ്പിക്കാൻ പോയാൽ ലോക വ്യവഹാരം നടക്കാതെ പോകുമല്ലോ എന്ന് ചിലർ സംശയിച്ചേക്കാം. അഭ്യാസത്തിന് മുതിരാത്തവർക്കാണ് ഈ സംശയം. നൂൽക്കയറിൽ കൂടി നടന്നാൽ ഉരുണ്ടു വീഴുമില്ലേ എന്ന് എല്ലാവർക്കും സംശയം തോന്നാം. എന്നാൽ ഒരാൾ നടക്കുന്നത് കാണുമ്പോൾ അഭ്യാസം കൊണ്ട് ഇത് സാധിക്കാവുന്നതേ ഉള്ളൂ എന്ന് ബോധ്യമാകും. മനസ്സിനെ ബ്രഹ്മവൃത്തി അഭ്യസിപ്പിക്കാൻ പറഞ്ഞ ആചാര്യൻ തന്നെ മറ്റ് ഒന്നുകൂടി പറയുന്നു. ഭാവാദ്വൈതം സദാ കുര്യാത് ക്രിയാദ്വൈതം ന കുത്രചിത് അദ്വൈതം സർവഭാവേഷു നാദ്വൈതം ഗുരുസന്നിധോ. എല്ലാം അദ്വൈത സത്യമാണെന്നുള്ള ഭാവം സദാ നിലനിർത്തണം. എന്നാൽ തൽക്കാലത്തേക്ക് മാത്രമുള്ള ലോക വ്യവഹാരങ്ങളിൽ ഒരിടത്തും
അത് പകർത്തേണ്ട കാര്യമില്ല. എല്ലാ കാഴ്ചകളിലും അദ്വൈതം കാണണം. എന്നാൽ ഗുരുസന്നിധിയിൽ മാത്രം അദ്വൈതം വേണ്ട. ശ്രീനാരായണ ഗുരുദേവനെ പോലെ കുഴഞ്ഞു മറിഞ്ഞ ലോകപ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നവർ ചുരുക്കമാണ്. ബ്രഹ്മനിഷ്ഠയ്ക്ക് ഭംഗം വരാതെയാണ് അദ്ദേഹം എല്ലാം നടത്തിയതെന്ന് അദ്ദേഹത്തിൻ്റെ കൃതികൾ വിളിച്ചറിയിക്കുന്നു. ബ്രഹ്മവൃത്തി പരിശീലിച്ചുകൊണ്ട് സ്വധർമ്മ അനുഷ്ഠാനത്തിൽ ഏർപ്പെടുന്നവരെ ശ്രീ ശങ്കര ഭഗവത് പാദർ വാഴ്ത്തുന്നത് നോക്കുക. യേ ഹി വൃത്തിം വിജാനന്തി യേ ജ്ഞാതാ വർദ്ധയന്ത്യവി തേ ഹി സത്പുരുഷാ ധന്യഃ വന്ദ്യാസ്തേ ഭുവനത്രയേ. ബ്രഹ്മവൃത്തി അറിയുന്നവരുണ്ട്. അതറിഞ്ഞ് അഭ്യസിച്ച് ഉറപ്പിച്ചു വളരുന്നവരും ഉണ്ട്. ധന്യാത്മാക്കളായ സത്പുരുഷന്മാർ അവരാണ്. 3 ലോകത്തും അവർ വന്ധ്യരായി ഭവിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവനെ ലോകം വന്ദിക്കുന്നതിൻ്റെ രഹസ്യവും നമുക്കിവിടെ കാണാൻ കഴിയും. സത്യദർശികൾ പറയുന്നത് ബ്രഹ്മവൃത്തി ഉപേക്ഷിക്കുന്നവർ പശു തുല്യരാണെന്നാണ്. സമാധി വേളയിൽ അഖണ്ഡബോധ സ്വരൂപമായ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചനുഭവിക്കുന്നവർ വ്യവഹാര ദശയിൽ സർവം ബ്രഹ്മപദമായി കണ്ടാനന്ദിക്കുന്നു. ഒരു നിമിഷം പോലും അവർ ബ്രഹ്മസ്വരൂപം മറന്നു പോകുന്നില്ല. ഇത്തരം ബ്രഹ്മനിഷ്ഠന്മാരെ സാധാരണ ജനങ്ങൾക്ക് എളുപ്പം പിടികിട്ടുന്നതല്ല. ബ്രഹ്മവൃത്തി അഭ്യസിക്കാനും അഭ്യസിച്ചു വളർത്താനും ഒടുവിൽ തികഞ്ഞ ബ്രഹ്മനിഷ്ഠന്മാരായി തീർന്ന് ജന്മസാഫല്യമടയാനും സമൂഹത്തിന് അവസരമുണ്ടാക്കി കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങൾ എന്ന പദ്യഭാഗം. തുടരും.